Voice of Marketing, in touch with positive people. നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്നതിലല്ല കാര്യം, ആർക്ക് വേണ്ടി എങ്ങനെ വിൽക്കുന്നു എന്നതിലാണ് ഒരു സെയിൽസിന്റെ വിജയം എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറെ അറിയാൻ സാധിക്കുക, അയാളുടെ പ്രശ്നങ്ങൾ എന്താണ്, അയാളുടെ ആവശ്യങ്ങൾ എന്താണ്, അയാളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി ഒരു കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പേഴ്സണലൈസ്ഡ് പിച്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോകാം. ഈ പേഴ്സണലൈസ്ഡ് പിച്ചിങ് അതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു കസ്റ്റമറെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ആ കസ്റ്റമറുടെ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല, ഒരു കസ്റ്റമറെ സർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ചേട്ടാ എന്നോ ഇക്ക എന്നോ ഒക്കെ വിളിക്കുന്നവരുണ്ടാവും. അതിനൊക്കെ ഉപരിയായിട്ട് അയാളുടെ പേര് കൂടി ചേർത്തിട്ട്, ആ കസ്റ്റമറുടെ പേര് ചേർത്ത് അയാളെ അഭിസംബോധന ചെയ്യുമ്പോൾ മഹേഷ് സാർ അല്ലെങ്കിൽ രാമേട്ട എന്നൊക്കെ പറയുന്ന ഒരു എഫക്റ്റ് വേറിയ, കാരണം അവർ കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെന്റ് വരിക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റും. അതുപോലെ ആ പേഴ്സണൽ അറ്റൻഷൻ കിട്ടുമ്പോൾ അവര് ഇതിനു മുമ്പ് ഒരു പ്രോഡക്റ്റ് നോക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ ഒരു ഓഫർ 50% ഇപ്പോൾ അത് ഒരു 60% എൻ്റെ ഓഫർ മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് സാറ് പറഞ്ഞ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറച്ചുകൂടി ഒരു ഓഫർ വന്നിട്ടുണ്ട്, അത് 60% എന്നുള്ള ഒരു ഫോക്കസിലേക്ക്, ആ ഒരു സ്ട്രക്ചറിലേക്ക്, ഒരു സ്പെഷ്യൽ സ്കീമിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണത്. അത് അവരെ അറിയിക്കുന്നതിലൂടെ ആ കസ്റ്റമർ കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് ആവുക, അവർക്ക് അറ്റൻഷൻ കൊടുക്കുകയാണ്. പേര് വിളിച്ചിട്ട് അവർക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അവര് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പർച്ചേസിങ് പവർ അവർക്ക് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ്, ഒരാളുടെ പ്രശ്നത്തിന്റെ പരിഹാരം, ഒരു പ്രോബ്ലം, ഒരു പെയിൻ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കാൻ, സ്പെസിഫിക് ആയ ഒരു നീഡ്സ് അദ്ദേഹം നോക്കുന്നുണ്ടെങ്കിൽ ആ നീഡ്സിന് ഒരു പരിഹാരം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നു, ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഒരു വിശ്വാസം അവിടെ ഉണ്ടാകുന്നുണ്ട്. പുള്ളിയുടെ പെയിൻ പോയിന്റ് എന്താണ്, ആ കസ്റ്റമർ അനുഭവിക്കുന്ന പെയിൻ പോയിന്റ് എന്താണ്, അതിനൊരു സൊല്യൂഷന് വേണ്ടിയാണ് അയാൾ എപ്പോഴും ദാഹിച്ചു കൊണ്ടിരിക്കുന്നത്, വേഴാമ്പലിനെ പോലെ എപ്പോഴും ആ ഒരു പ്രശ്നം. അപ്പോൾ ആ ഒരു സ്പെസിഫിക് നീഡ്സിലേക്ക് ഒരു സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനേജർ ഇറങ്ങിച്ചെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും. ഇത് തന്നെയാണ് പേഴ്സണൽ പിച്ചിങ് എന്ന് പറയുന്നത്. അതായത് അവരനുഭവിക്കുന്ന സ്പെസിഫിക് ആയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കണം. ഒരു കസ്റ്റമറെ കോമൺ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് എടുക്കാതെ അതിനെ വേർതിരിച്ചെടുക്കാനും, കാരണം ഒരു ഇഷ്ടം പോലെ മെയിലുകളും അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശങ്ങളും പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വന്നേക്കാം. അപ്പോൾ ആ കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ്, അയാൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന, അയാൾക്ക് നല്ല ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഫ്രിഡ്ജാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു AC ആണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, അയാൾ ആ ആവശ്യപ്പെടുന്ന കൃത്യമായ പ്രോഡക്റ്റ് ആണോ, അയാൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ട്രിസിറ്റി സേവിങ് ചെയ്യാൻ പറ്റണം, നല്ല കൂളിംഗ് വേണം, അല്ലെങ്കിൽ ഒരു 250 സ്ക്വയർ ഫീറ്റ് ഉള്ള എൻ്റെ റൂം കൂളാവാൻ എത്ര സമയം എടുക്കും, അത് പെട്ടെന്ന് കൂളായി എനിക്ക് AC ഓഫ് ചെയ്യാൻ സാധിക്കുമോ, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് വലിപ്പമുള്ള കാറ് വേണം, AC ഫെസിലിറ്റി എങ്ങനെയാണ് കാറിലെ, ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ, ഏതാണ് ബെറ്റർ? അപ്പോൾ ഇങ്ങനെയുള്ള അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏതാണോ, ഈ ആഗ്രഹിക്കുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഉറപ്പായിട്ട് അദ്ദേഹമായിട്ട് ഒരു അറ്റാച്ച്മെന്റും കുറെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി അത് ചോദിക്കുകയും അവരുടെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം.
അല്ലാതെ കോമൺ ആയിട്ട് ഒരു ഫാക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ക്ലോസിങ് ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കാനും ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ അവരുടെ പ്രോബ്ലം എന്താണ് അവർ ഫേസ് ചെയ്യുന്നത്, ആ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താനും പേഴ്സണൽ പിച്ചിങ്ങിലൂടെ നമുക്ക് സാധിക്കും. പേഴ്സണൽ പിച്ചിങ്ങിന്റെ ഒരു ഗുണമാണ് കൺവേർഷൻ റേറ്റ് കൂടും, ക്ലോസിംഗ് കൂട്ടാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു സെയിൽസ് പേഴ്സണ് അല്ലെങ്കിൽ ബിസിനസ് ഓണറിന് ക്ലോസിംഗ് പേഴ്സണൽ പിച്ചിങ്ങിലൂടെ കൂട്ടാൻ സാധിക്കുന്നത്? കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുമ്പോൾ ആ കസ്റ്റമറുടെ പ്രശ്നങ്ങളിലേക്ക് ഉപരിയായി അയാൾ അന്വേഷിക്കുന്ന ഒരു കാര്യം, പ്രോഡക്റ്റുകൾ, ആ സർവീസുകൾ, അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തി ആ ഒരു ഏരിയയെക്കുറിച്ച് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരു കൺവേർഷൻ റേറ്റ് പെട്ടെന്ന് ക്ലോസിങ് ചെയ്യാൻ പറ്റും. അയാൾ ആഗ്രഹിക്കുന്നത് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളാണ് അയാൾക്കുള്ളത്, അയാളുടെ ബഡ്ജറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയാൾക്ക് പർച്ചേസിങ് പവർ ഉണ്ടോ, അയാൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്പെസിഫിക് ആയ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റുകൾ, എന്തൊക്കെ ബെനിഫിറ്റുകൾ വേണം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ കൃത്യമായിട്ട് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ചില എക്സിക്യൂട്ടീവിനെയും സെയിൽസ് ടീമിനെയും സെയിൽസ് പേഴ്സണെയും കണ്ടിരിക്കും, അവർ കൃത്യമായിട്ട് പേഴ്സണൽ പിച്ചിങ് അറിഞ്ഞ് ആ കസ്റ്റമറെ പഠിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ക്ലോസിങ്ങിലേക്ക് എത്തിക്കുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ വളരെ സഡൻ ആയിട്ട് അവർ പർച്ചേസിങ് നടത്തി പോകുന്നത് കാണാം. പിന്നെ കസ്റ്റമറെ റീടെൻഷൻ ചെയ്യാനും ഈ പേഴ്സണൽ പിച്ചിങ് സാധിക്കും. കാരണം ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് ആയ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ അറ്റൻഷൻ ചെയ്യുമ്പോൾ ആ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് ആ സെയിൽസ് പേഴ്സണിലേക്ക് വരാനും ആ പറയുന്ന കാര്യങ്ങൾ ആ കസ്റ്റമർ ശ്രദ്ധിക്കാനുമുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ക്ലോസിങ് വളരെ പെട്ടെന്ന് സാധിക്കും. കസ്റ്റമർ റിട്ടൻഷൻ ചെയ്യാൻ വീണ്ടും റീ ഓർഡറുകളായിട്ട് അയാൾക്ക് എന്താവശ്യം വന്നാലും കസ്റ്റമർ റിട്ടൻഷൻ ചെയ്യാനും വേറെ എന്താവശ്യങ്ങളും വ്യക്തിപരമായിട്ട് വന്നാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവിൻ്റെ ഇടയിൽ വന്നാൽ പോലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാനസിക തലത്തിലേക്ക് ആ കസ്റ്റമർ വളരും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ലാത്ത റിയാലിറ്റിയാണ്. ഇനി ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ, സ്വഭാവങ്ങൾ, താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റുകൾ അത് മുൻകൂട്ടി അറിയാനും അയാൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഓർ സർവീസ് എന്തുമാകട്ടെ അതിലേതാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് സ്റ്റഡി നടത്തിക്കൊണ്ട് കുറച്ച് റിസർച്ച് നടത്തിക്കൊണ്ട് അതിനെ സമീപിച്ചാൽ അത് ക്ലോസിങ്ങിലേക്ക് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.